ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് RCCBനെ കുറിച്ചിട്ടാണ്. അതായത് പല ആളുകളും ചോദിക്കാറുണ്ട്, നമ്മൾ DB ചെയ്യുന്ന സമയത്ത് RCCBയുടെ ആവശ്യമുണ്ടോ, ഐസൊലേറ്റർ മാത്രം പോരെ? ഒരു ചോദ്യം ചോദിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് നോക്കിയിട്ടായിരിക്കും. ഏകദേശം ഇപ്പോൾ സിംഗിൾ ഫേസ് ഐസൊലേറ്റർ തന്നെ അല്ലെങ്കിൽ RCCBക്ക് തന്നെ വരുന്ന റേറ്റ് എന്ന് ഏകദേശം 2100 2200 ആ റേഞ്ചാണ് വരുന്നത്. സിംഗിൾ ഫേസ് അത് 3 ഫേസ് ആവുന്ന സമയത്ത് 4000 3000 സംതിങ് തൊട്ട് 4000 4500 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒറ്റ കാരണം കൊണ്ടായിരിക്കാം ആളുകൾ ELCB വേണോ അല്ലെങ്കിൽ RCCB ഫസ്റ്റായിട്ട് വെക്കണമെന്ന് ചോദിക്കുന്നത്. എന്തായാലും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വ്യക്തമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. നമ്മൾ RCCB വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എർത്ത് ലീക്കേജ് കറണ്ട് ആയി പോകുന്ന എന്തെങ്കിലും ഡിവൈസ് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് പണ്ടത്തെ കാലങ്ങളിലെല്ലാം മെയിൻ സ്വിച്ചുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മെയിൻ സ്വിച്ചുകളിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ അകത്ത് വരുന്ന ഫ്യൂസ് യൂണിറ്റാണ്. അപ്പോൾ ഫ്യൂസ് വരുന്നത് എർത്താവുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്ലഗോ എന്തെങ്കിലും തേപ്പൊട്ടി കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തേപ്പൊട്ടിയുടെ എർത്ത് വരുന്ന കോയിൽ സിസ്റ്റമാണ് വരുന്നത്. കോയിൽ സിസ്റ്റം എർത്തായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഹൈ ലെവലിലുള്ള ആംബിയർ വന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഫ്യൂസ് ഉരുക്കി പോകുള്ളായിരുന്നു. പക്ഷേ അതെന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീറ്ററിൽ ഹൈ റീഡിങ് കാണിക്കുകയും അതുപോലെ തന്നെ കറണ്ട് കാശ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതലായിരിക്കും. അതെല്ലാം മാറ്റിക്കൊണ്ടാണ് ELCB എന്ന സിസ്റ്റം വന്ന് അല്ലെങ്കിൽ RCCB വന്നിരിക്കുന്നത്. RCCB വേറൊന്നുമല്ല, എർത്ത് ലീക്കേജ് കറണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഏരിയയിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തേപ്പൊട്ടിയിൽ എർത്ത് വരുന്നു, ആ എർത്ത് എവിടെയെങ്കിലും എർത്തായി കഴിഞ്ഞാൽ ജസ്റ്റ് അതായത് ഫേസിൽ നിന്നും ഉണ്ടാകുന്ന ആ വോൾട്ടേജ് എർത്തിലേക്ക് വന്ന് എർത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എർത്ത് ലീക്കേജ് കറണ്ട് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 30 മില്ലി ആംബിയർ തൊട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ട് ഇതിൻ്റെ കാണിക്കുന്നുണ്ട്. 30 മില്ലി ആംബിയർ എർത്ത്, അതായത് കറണ്ട് എർത്തായി പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രിപ്പായി പോകും. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ കറണ്ട് ലാവിഷായിട്ട് അല്ലെങ്കിൽ പറയുന്ന ലാപ്സായി പോകുന്നുണ്ടെങ്കിൽ, അനാവശ്യമായി ചിലവായി പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സെൻസ് ചെയ്ത് ട്രിപ്പായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ELCB അല്ലെങ്കിൽ RCCB യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടി ഞാൻ പറയാം, ഹൈ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് RCCB മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം വേറൊന്നുമില്ല, നമ്മുടെ വീടുകളിൽ എർത്ത് കാര്യങ്ങൾ, അതായത് വയർ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എർത്ത് ജസ്റ്റ് നമ്മൾ പ്ലഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസ് കംപ്ലൈൻ്റ് ആയിട്ടോ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഡിവൈസിൽ പിടിക്കുന്ന സമയത്ത് അത് എർത്താവുന്ന നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ വഴി അതിലുണ്ടാകുന്ന വോൾട്ടേജ്, പുറമേ നിൽക്കുന്ന വോൾട്ടേജ് നമ്മൾ വഴി താഴത്ത് ഗ്രൗണ്ടായി പോകും. ഗ്രൗണ്ടായി പോകുന്ന സമയത്ത് ഗ്രൗണ്ടായി പോയില്ല എന്ന് വിചാരിക്കുക, അതായത് നമ്മൾ RCCB അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ആ ഫുൾ എർത്തായിക്കൊണ്ടിരിക്കും. കാരണം വേറൊന്നുമല്ല, ഹൈ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് നമ്മൾ ഫുൾ എർത്തായി വരുന്ന സമയത്ത് നമുക്ക് എർത്ത് ഹൈ ലെവലിൽ നമ്മളായിട്ട് എർത്ത് ഭൂമിയിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് അപ്പോൾ തന്നെ കുറച്ച് നേരം കൂടുതലായിട്ട് അങ്ങനെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഡിവൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എർത്തായി കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ട്രിപ്പായി പോകും. ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ ഏറ്റവും ഉത്തമമാണ്. വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ അകത്ത് 3 കോയിലുകളാണുള്ളത്. ന്യൂട്രൽ കോയിലുണ്ട്, ഫേസ് കോയിലുണ്ട്. അതായത് ന്യൂട്രലും ഫേസും ഇൻപുട്ട് വന്നതിന് ശേഷം സർക്യൂട്ട് കംപ്ലീറ്റ് ആയി ഔട്ട്പുട്ട് വരുമ്പോൾ ഒരു EMF അതിൽ 2 കോയിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 EMFും ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു EMF ഒരു കോയിൽ കൂടിയിട്ട്, ആ കോയിലാണ് ട്രിപ്പിംഗ് കോയിലായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂട്രൽ നിന്നും ഫേസിലേക്ക് പോകുന്ന ആ വയർ, ഫേസ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി ന്യൂട്രൽ വന്ന് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന EMF അത് സെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്നും ചെറിയൊരു EMF വ്യത്യാസം, അതായത് നമ്മൾ എർത്തായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സെൻസ് ചെയ്യും, അതിൻ്റെ അകത്തുള്ള കോയിൽ സെൻസ് ചെയ്യും. ആ സെൻസ് ചെയ്യുന്നതാണ് ട്രിപ്പിംഗ് ഓപ്ഷനിലേക്ക് പോകുന്നത്. ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കാരണം 3 മിനിറ്റ് 4 മിനിറ്റുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. അതിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക, ഹൈ വോൾട്ടേജ്, അതായത് ഡബിൾ ഫേസ് കയറി വന്നു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് വന്നാൽ ഒരിക്കലും RCCB ട്രിപ്പ് ആവില്ല. അത് വലിയ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എർത്ത് ലീക്കേജ് കറണ്ട് മാത്രമേ RCCB ട്രിപ്പ് ആവുള്ളൂ. അപ്പോൾ ഹൈ വോൾട്ടേജ് കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് ആവുന്ന ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസിനെ കുറിച്ചിട്ട് അടുത്തൊരു ദിവസം അതിനെക്കുറിച്ച് വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.